മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും AI നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചതിന് എൻ സുബ്രഹ്മണ്യൻ പോലീസ് കസ്റ്റഡിയിൽ. താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രങ്ങളെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യൻ. അവൈലബിളാണ് ബെയിലെടുക്കും, ഇല്ലെങ്കിലും ജയിലിൽ പോകും. സന്തോഷത്തോടെ. ഇതെന്താ ബുദ്ധിമുട്ട്? ഇംതിയാസ് കരീം ചേർന്ന് വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, ഇത് AI നിർമ്മിത ചിത്രമല്ല, ദൃശ്യത്തിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് തുടങ്ങിയ കാര്യങ്ങൾ നിയമപരമായി നേരിടുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ യാതൊരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാതെയാണോ ഇങ്ങനെ ഒരാളെ കസ്റ്റഡിയിലെടുത്തത്? മൂർത്തി, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, അതാണ് തനിക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചത്, അത് യഥാർത്ഥ ചിത്രമാണ്, അതാണ് താൻ പങ്കുവച്ചത് എന്ന വാദത്തിൽ ഇപ്പോഴും എൻ സുബ്രഹ്മണ്യൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നു. അതോടൊപ്പം പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഈ പടം പങ്കുവച്ചിരുന്നല്ലോ, അദ്ദേഹത്തിനെതിരെ കേസില്ലേ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെതിരെ എൻ സുബ്രഹ്മണ്യനെതിരെ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ചേവായൂർ പോലീസ് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തുകയും അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എൻ സുബ്രഹ്മണ്യനുമായി പോലീസ് സംഘം എത്തുകയും ചെയ്യും. ഇവിടെ വെച്ച് ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഇന്ന് ചോദ്യം ചെയ്തതിനു ശേഷം ഒരു പക്ഷേ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. എന്തായാലും കലാപാഹ്വാനത്തിനാണ് കേസ് എന്നൊരു കാര്യം ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ നേരത്തെയൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ഫോട്ടോ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് നടപടിയാണ് പോലീസ് എടുക്കുന്നത് എന്ന കാര്യം കൂടെ മുന്നിലുണ്ട്.